ഇത് നല്ല അടിപൊളി ചുവന്ന ചീരയാണ് കേട്ടോ. ഇതിൻ്റെ കളർ പോലെ തന്നെ ഇതിന് അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഞങ്ങളവിടെ പാടത്ത് തന്നെ കൃഷി ചെയ്തത് ഞങ്ങൾ വാങ്ങിയതാട്ടോ. മുമ്പ് വാങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ രുചി കണ്ടപ്പോൾ വീണ്ടും മോന് കൊണ്ടുവരാൻ പറഞ്ഞു, അങ്ങനെ വീണ്ടും കൊണ്ടുവന്നതാണ്. ഇതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് നട്ട് നോക്കാനാണ്. ഇതിന് മുമ്പ് കൊണ്ടുവന്നത് ഇതുപോലെ തന്നെ ഞാൻ തണ്ടൊക്കെ വെട്ടി മാറ്റി കുത്തിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ തളിർത്ത് വന്നിട്ടുണ്ട്. എനിക്ക് കൃഷി ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. മുരിങ്ങായിട്ടും മുളകായിട്ടും അങ്ങനെയൊക്കെ അല്ലറ ചില്ലറകളൊക്കെ ഉണ്ട്. പുല്ലൊക്കെ പറിച്ച് മണ്ണൊക്കെ ഒന്ന് കിളച്ചിട്ടാണ് കേട്ടോ കുത്തിയത്. മണ്ണിനൊക്കെ നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ തട്ടുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഒന്ന് കിളച്ചാൽ ഉഷാറായി. നല്ല വേരുണ്ട് കേട്ടോ ഈ തണ്ടിന്. അത് കണ്ടതുകൊണ്ടാണ് ഞാനിത് നട്ട് നോക്കാമെന്ന് കരുതിയത്. നമ്മൾ കൃഷി ചെയ്ത് കാണേണ്ട അതിമെന്ന് ഒരു 4 ഇലയായാലും അത് നുള്ളണത് ഒരു രസമല്ലേ. ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഞാൻ മുന്നേ നട്ട തണ്ടുകൾ. അതിമേതാ ഇലയൊക്കെ വന്ന് തുടങ്ങി. ഇതൊരു 4 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ കുത്തിയിട്ട്. ഭാഗ്യത്തിന് അത് കുത്തിയ പിറകിൽ തന്നെ 2 മഴ കിട്ടി. അതുകൊണ്ട് അത് ആ തണ്ടൊക്കെ പിടിച്ചു. അപ്പോൾ ഇന്ന് കുത്തിയ തണ്ടുകൾ അതുപോലെയൊക്കെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലെയൊക്കെ ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ. നിങ്ങൾക്കൊക്കെ എന്തൊക്കെ കൃഷികളുണ്ട്? സ്ഥലമില്ലാത്തവർ ചാക്കിലാക്കിയിട്ടും ടെറസിൻ്റെ മുകളിലാക്കിയിട്ടൊക്കെ ഇപ്പോൾ കൃഷി ചെയ്യുന്ന കാലമാണല്ലോ. അതൊരു ഹോബിയായിട്ട് എടുത്താൽ അതൊരു രസമാണ്. പിന്നെ അത് പരിപാലിക്കുന്നിടത്താണ് കേട്ടോ അതിൻ്റെ വളർച്ച. ഡെയിലി നനച്ചു കൊടുത്ത് അതിനാവശ്യത്തിന് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ അത് ഉഷാറായിട്ട് അങ്ങനെ വളർന്നോളൂ.